ഈ ജനാധിപത്യത്തിൻ്റെ പ്രസക്തിയും കരുത്തും സൗന്ദര്യവും മഹിമയും ഔന്നത്യവും ഒക്കെ പ്രകടമാക്കുന്ന ഒരു വീഡിയോ പോങ്ങൻ കണ്ടു. സഹപോങ്ങരിൽ ആരെങ്കിലും അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ആ കാഴ്ച പകർന്നു നൽകാൻ പോങ്ങൻ നടത്തുന്ന ഒരു എളിയ പരിശ്രമം മാത്രമാണ് ഈ വീഡിയോ. ഡിജിറ്റൽ യുഗമാണ്. കൃത്രിമ ബുദ്ധി നമ്മുടെയൊക്കെ മസ്തിഷ്കത്തെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പോങ്ങൻ കണ്ടത് കൃത്രിമ ബുദ്ധി നിർമ്മിച്ച ഒരു വ്യാജ വീഡിയോ ആണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഇനി അത് AI നിർമ്മിതമല്ല, യഥാർത്ഥ സാഹചര്യത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണെങ്കിൽ കൂടി ഈ ജനാധിപത്യ കാലത്ത് തന്നെ എന്നെ ജനിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള മാതാപിതാക്കളെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കാൻ ഞാൻ തയ്യാറാവും. പോങ്ങൻ കണ്ടത് വ്യാജമായാലും അസലായാലും ആ വീഡിയോ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മഹിമ വിളിച്ചു ഓതുന്നത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എങ്കിലും ഇതൊരു AI നിർമ്മിത വീഡിയോ തന്നെയാണെന്ന വിശ്വാസത്തോടെയാണ് കേട്ടോ പോങ്ങൻ ഇവിടെ പ്രതികരിക്കുന്നത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തല, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിക്കപ്പെട്ടിട്ടുള്ള ശ്രീമാൻ ഷൗക്കത്ത് അലി IPS, അതുപോലെ തന്നെ ഉത്തരമേഖല IG-യും ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറുമായിട്ടുള്ള ശ്രീമാൻ പുട്ട വിമലാദിത്യ IPS എന്നിവർക്കൊപ്പം സമസ്തയുടെ അധ്യക്ഷനും സുപ്രഭാതം പത്രത്തിന്റെ ചെയർമാനും ഒപ്പം തീർത്തും സാക്ഷാലും കൂടിയായിട്ടുള്ള, ആ പേര് പറയാൻ എനിക്കൊരല്പം ശ്വാസത്തിന്റെ ആവശ്യമുണ്ട്, ഞാൻ എടുത്തോട്ടെ, അതായത് സാക്ഷാല് കൂടിയായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ ജിഫ്രി അഥവാ നമ്മുടെ മുത്തുക്കോയ തങ്ങൾ, ഇവരെയാണ് ഈ വീഡിയോ നിർമ്മിച്ച കലാകാരൻ കഥാപാത്രങ്ങളാക്കിയിരിക്കുന്നത്. ഇനി ആ വീഡിയോ ഈ മുത്തുപ്പൊങ്ങനൊന്ന് കാണിച്ചു തരാൻ കേട്ടോ, എല്ലാവർക്കും ഒന്ന് വ്യക്തമാകാൻ വേണ്ടി, കാണാത്തവർക്ക് വ്യക്തമാകാൻ വേണ്ടി. ഞങ്ങള് മോഹൻലാലിലാണ് തുഫാൻ വാര്യറായിരുന്നു പാടുന്നത്. മോഹൻലാലിന് ശേഷം ഈ വീഡിയോ എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ കരുത്തും കാര്യശേഷിയും വിളിച്ചോതുന്നതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ മുത്തുപോങ്ങൻ ആ സംശയം തീർച്ചയായിട്ടും മാറ്റിത്തരും. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാധിപത്യമായിരുന്നല്ലോ കൊടികുത്തി വാണിരുന്നത്, അല്ലേ? രാജാവ് കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമൊക്കെയായി കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് താമസിച്ചാണ് ഈ ഭരിപ്പ് പണി നടത്തിക്കൊണ്ടിരുന്നത്. ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ കഴിവുള്ള മന്ത്രിമാരും ഉപായം ഉപദേശിക്കാൻ യോഗ്യരായിട്ടുള്ള ഉപദേഷ്ടാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ആരെവിടെ എന്ന് ചോദിച്ചാൽ അടിയൻ എന്ന് പറഞ്ഞ് രാജാവിന് മുന്നിൽ കുന്തവും കൊണ്ട് കുനിഞ്ഞു നിൽക്കാൻ ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. ഭരിച്ചു മടുക്കുമ്പോൾ വിനോദിപ്പിച്ചും രസിപ്പിച്ചും 1000 കുതിരശക്തി പൊഴിക്കുന്ന ഒരു ഭരണയന്ത്രമായി രാജാവിനെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി അഴിക്കാൻ ഉറച്ചരയും മാറും കച്ചയാൽ മുറുക്കി അസംഖ്യം തോഴിമാരും കൊട്ടാരം നിറഞ്ഞങ്ങനെ സദാ നിൽപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ശരീരത്തിനോ മനസ്സിനോ അതുപോലെ തന്നെ ഈ അമിതോപയോഗത്താൽ ഭോഗസൂത്രത്തിനോ മറ്റോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഏനക്കേട് വന്നുപെട്ടാൽ അത് പരിഹരിക്കാനായി കൊട്ടാരം വൈദ്യൻ പരിസരമാകെ ചുരമാന്തി നടന്നിരുന്നു. പ്രജാക്ഷേമം സംരക്ഷിക്കൽ ഒട്ടുമിക്ക രാജാക്കന്മാർക്കും ഒരു ബലഹീനത തന്നെയായിരുന്നു കേട്ടോ. പ്രജകൾക്ക് ഉണ്ണാനും ഉടുക്കാനുമുള്ളത് രാജാവ് നൽകും. വിനോദം പക്ഷേ സ്വന്തം നിലയിൽ തരപ്പെടുത്തണം. അതുപോലെ തന്നെ പ്രജകളുടെ സംരക്ഷണവും രാജാവിന്റെ ചുമതലയാണ്. മുതലും മറ്റുമുള്ളവനിൽ നിന്ന് കരം പിരിക്കുന്ന ഒരു ദുശീലം രാജാക്കന്മാർ വെച്ചു പുലർത്തിയിരുന്നു എന്നും ചരിത്രം പറഞ്ഞു കേട്ടിട്ടുണ്ട്. മന്ത്രിമാരാൽ പ്രജകൾക്കു വേണ്ടി രാജാവിന്റെ ഭരണം എന്നതായിരുന്നു രാജാധിപത്യത്തിന്റെ രീതി. രാജാധിപത്യ കാലത്തുണ്ടായിരുന്ന ഒരു പ്രധാന ന്യൂനതയായി ഈ പോങ്ങന് തോന്നിയിട്ടുള്ളത് അവരുടെ അഴിമതിയില്ലായ്മയാണ്. രാജാക്കന്മാർ ഒട്ടും തന്നെ ഖജനാവ് കണ്ടിരുന്നില്ല. രാജ്യം തന്നെ തന്റെ സ്വന്തമാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് കേട്ടോ രാജാക്കന്മാർ തസ്കര പറ്റില്ലാത്തവരായി പോയത്. സ്വന്തമാണ് എന്നുള്ളൊരു വിചാരം അവർക്കുണ്ടായിരുന്നു. ഈ നാടെന്ന് പറഞ്ഞാൽ അവരുടെ നാട്. സ്വന്തം ഗീശയിൽ കിടക്കുന്ന കാശ് കട്ടെടുക്കേണ്ട കാര്യം ആർക്കുമില്ലല്ലോ, അല്ലേ? ഒരു പോക്കറ്റടിക്കാരൻ ഒരിക്കലും സ്വന്തം പോക്കറ്റടിക്കില്ല എന്നതാണ് തസ്കര ശാസ്ത്രം പറയുന്നത്. രാജാവ് തന്റെ രാജ്യത്തെ സ്വന്തമായി കാണുന്നത് കൊണ്ട് ഖജനാവ് കക്കില്ല, നാട് കൊള്ളയടിക്കില്ല, അഴിമതി കാണിക്കില്ല. തന്റെ മന്ത്രിമാരിലും കൊട്ടാര ഭടന്മാരിലും ഭൃത്യരിലും കണക്കുപിള്ളമാരിലുമുള്ള ആരെങ്കിലും സ്വന്തം തസ്കരാസക്തിയുടെ പ്രലോഭനത്തിൽ വീണ് ഖജനാവിൽ നിന്നും മോഷണ സമ്പ്രദായത്തിൽ വല്ലതും വസൂലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പെട്ടത് തന്നെ. കട്ടതിന്റെ പങ്കു കൊടുത്ത് രാജാവിനെ പാട്ടിലാക്കാൻ പറ്റുകയില്ല. കാരണം കട്ടത് തന്റെ തന്നെ മുതലാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം പണ്ട് കാലത്തെ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. മോഷണദ്രവ്യത്തിന്റെ പങ്കുപറ്റിയ സ്വന്തം മുതലുകെട്ട കള്ളനൊപ്പം തസ്കര പങ്കാളിയായി കൂടാൻ രാജാധിപത്യ കാലത്തെ രാജാക്കന്മാരൊന്നും മണ്ടന്മാരായിരുന്നില്ല, അല്ലെങ്കിൽ
അവരാരും ഇരട്ടച്ചങ്കറായിരുന്നില്ല. അതാണ് പോകൻ പറഞ്ഞതിന്റെ അർത്ഥം. ഏത്? സ്വാഭാവികമായും അഴിമതിയും മോഷണവും കൊള്ളയും കൊള്ളരുതായ്മകളും കൊള്ളിവയ്പും ഒക്കെ നടത്തുന്നവരുടെ കഴുത്തിന്റെ രുചി രാജാക്കന്മാരുടെ ഉടവാളറിയുമായിരുന്നു. ചെറിയ കാര്യമല്ല. സത്യസന്ധതയും സാമൂഹ്യബോധവും സദ്ബുദ്ധിയും സർഗസിദ്ധിയും സത്സ്വഭാവവും സമാധാന പ്രേമവും ഒക്കെ ഉള്ള സജ്ജനങ്ങൾക്ക് ജീവിതം നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നുവെങ്കിൽ പോലും രാജാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ന്യൂനത ഉച്ചനീചത്വമായിരുന്നു. തന്റെ സിംഹാസനത്തിന് കുറച്ച് താഴെയായിട്ടാണ് മന്ത്രിമാർക്ക് ആസനസ്ഥരാവാനുള്ള കസേര രാജാവ് പിടിപ്പിച്ചിരുന്നത്. തനിക്കൊപ്പം മന്ത്രിമാരെ പോയിട്ട് മന്ത്രി മുഖ്യനെ പോലും ഇരുത്താൻ രാജാവ് അനുവദിച്ചിരുന്നില്ല, ഒപ്പം ഇരുത്തില്ല. അഴിമതിയും അധർമ്മവും അനീതിയും അന്യായവും ഒന്നും ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? പ്രജകൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമൃദ്ധിയോടെയും സുരക്ഷിതരായി കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് വിശേഷമാണുള്ളത്? രാജാധിപത്യ കാലത്ത് സമത്വം ഉണ്ടായിരുന്നു. സമത്വം അതുണ്ടായിരുന്നു. സമഭാവന എന്തെന്ന് രാജാക്കന്മാർക്ക് അറിയാമായിരുന്നു. പരിഷ്കൃത ബുദ്ധിയും പുരോഗമന ഭാവവും രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു? ഇല്ല, ഇല്ല, ഒട്ടുമില്ല. രാജാവ് എന്നാൽ ഫാസിസ്റ്റ് എന്നും രാജഭരണം എന്നാൽ ഫാസിസ്റ്റ് ഭരണം എന്നുമാണ് അർത്ഥം. ജനാധിപത്യ കാലത്ത് അഴിമതികൾ കണ്ടേക്കാം കേട്ടോ. അന്യായവും അധർമ്മവും അനീതിയും സമൂഹത്തിൽ തീർച്ചയായിട്ടും നടമാടുന്നുമുണ്ടാവാം. അല്ല, ഉണ്ട്, സംശയമായിട്ട് പറയേണ്ടതില്ല, ഉണ്ട്. കള്ളന്മാരുമായി തസ്കര മുതൽ പങ്കിടുന്ന ഭരണാധികാരികൾ ഉറപ്പായിട്ടുമുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. കയ്യൂക്കുള്ളവർ കാര്യക്കാരാവുന്നുണ്ടാവാം. സത്യസന്ധരായിട്ടുള്ള മനുഷ്യരെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് കൗശലബുദ്ധർ സ്ഥാനമാനങ്ങൾ നേടുന്നുണ്ടാവാം. അയോഗ്യർ യോഗ്യരായും അനർഹർ അർഹരായും മാറുന്നുണ്ടാവാം. കുറ്റവാളികൾക്ക് നീതി ലഭിക്കുകയും നിഷ്കളങ്കർക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യുന്നുണ്ട്. നിരപരാധികളുടെ കഴുത്തിൽ കൊലക്കയർ മുറുകുന്നുണ്ടാവാം. കൊലപാതകികൾക്ക് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് സേന അവർക്ക് സംരക്ഷണം നൽകുന്നുണ്ടാവാം. എങ്കിലും ഈ ജനാധിപത്യ കാലത്ത് തീർച്ചയായിട്ടും സമത്വമുണ്ട്. അത് ആ വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. ഭരണാധികാരികളെക്കാൾ ബഹുമാനം വോട്ട് നൽകി ജയിപ്പിക്കുന്ന ജനത്തിന് ഈ ജനാധിപത്യ കാലത്ത് ലഭിക്കുന്നുണ്ട്. മന്ത്രിമാരാൽ പ്രജകൾക്കു വേണ്ടി രാജാവിന്റെ ഭരണം എന്നതായിരുന്നു രാജാധിപത്യത്തിന്റെ രീതിയെങ്കിൽ ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളുടെ ഭരണം എന്നതാണ് ജനാധിപത്യത്തിന്റെ സ്വഭാവം. സ്കൂളിലൊക്കെ പോകേണ്ടത് പഠിച്ചിട്ടുണ്ട്. ആ സ്വഭാവമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും കരുത്തും. എന്നാൽ ഇന്നാട്ടിലെ ചിലർക്കെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ഈ മുത്തുപോങ്ങൻ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നാം. മുത്തുപോങ്ങന് തെറ്റുപറ്റിയെന്ന് അവരിൽ തോന്നിപ്പിക്കുന്നത് വീഡിയോയിലുള്ള മുത്തുക്കോയ തങ്ങളുടെ സാന്നിധ്യമാണ് കേട്ടോ. ഹരിത കേരളത്തിലെ ഹിന്ദു വർഗീയവാദികൾക്ക് തങ്ങളാൽ തങ്ങൾക്കു വേണ്ടി തങ്ങളുടെ ഭരണം എന്ന നിലയിൽ ജനാധിപത്യത്തെ തങ്ങളാധിപത്യമായി ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയുന്ന നിലയിലാണ് ഈ വീഡിയോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഒരുപക്ഷെ പലർക്കും തോന്നാം. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പോങ്ങന്റെ ഈ വീഡിയോ മൊഴിയല്ല, നമ്മൾ കണ്ട വീഡിയോ. സർഗസിദ്ധനായിട്ടുള്ള ഏതെങ്കിലും ഒരു നാട്ടുസംഘി സാങ്കേതിക വിദ്യയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് ഇത്തരമൊരു വീഡിയോ നിർമ്മിച്ചതാണെന്ന് ചിലരിലെങ്കിലും വിശ്വാസമുണ്ടായി പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം ഈ സമുദായ നേതാക്കളുടെ സഹായ സഹകരണങ്ങൾ തേടി അവരുടെ തിണ്ണ നിരങ്ങുന്നവരല്ല ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് നമുക്കൊക്കെ അറിയാം, അല്ലെ? പെരുന്നയിൽ നിന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയെ കാണാൻ ചെന്ന നായന്മാരുടെ പോപ്പിന്, ആ കോപ്പന് ഉണങ്ങാനിട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട നിക്കർ പോലും ചെറിയൊരു പിശകുണ്ടല്ലോ. ആംബുലൻസ് പോയിട്ട് പറയാം, ഒന്നും സംഭവിക്കരുതേ. ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അലക്കി ഉണക്കാൻ വിരിച്ച നിക്കർ പോലും കാണാൻ കിട്ടിയില്ല. അല്ല, അത് വേലയാ. ഈ സമുദായ നേതാക്കളോടൊക്കെ അത്രമേൽ നിസ്സഹകരണം സൂക്ഷിക്കുന്ന ഒരു സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തല ഒരു കാരണവശാലും ഈ നിലയിൽ ഒരു കൂടിക്കാഴ്ച നടത്താൻ ന്യായമായും സാധ്യതയില്ല എന്നുള്ളതാണ് പോങ്ങന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒരു AI നിർമ്മിത വീഡിയോ ആണെന്ന് പോങ്ങൻ തുടക്കം മുതലേ ഉറപ്പിച്ചു പറയുന്നത്. എന്തായാലും ഈ വീഡിയോ പ്രകടമാക്കുന്ന ജനാധിപത്യത്തിന്റെ ആ സൗന്ദര്യം നമുക്കൊന്ന് തീർച്ചയായിട്ടും ആസ്വദിക്കാം. അതായത് ജനങ്ങൾ അവരുടെ കൈവശമുള്ള വോട്ടുകൾ നൽകി തങ്ങൾക്കു വേണ്ടി
തങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുക്കോയ തങ്ങൾക്ക് വേണ്ടി എന്നല്ല കേട്ടോ ഈ മുത്തുപോകാൻ പറഞ്ഞത്, ജനങ്ങൾക്ക് വേണ്ടി എന്നാണ്. അങ്ങനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലൂടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ ഭരിക്കുന്ന പരിപാടിയാണ് ജനാധിപത്യം. ആ നിലയ്ക്കാണ് നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയായിരുന്ന കാലത്തു തന്നെ വിദ്യാഭ്യാസം പൗരന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്, പോങ്ങനും പഠിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണപ്പെടുന്ന മുത്തുക്കോയ തങ്ങളാണ് ജനതയെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കൊക്കെ അറിയില്ലേ, മുത്തുക്കോയ തങ്ങൾ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. തങ്ങളാകുന്ന ജനത്തിന്റെ കൈവശമുള്ള വോട്ടുകൾ അത്രയും നൽകി തങ്ങൾക്കു വേണ്ടി തങ്ങളുടെ ഭരണം സാധ്യമാക്കിയത് കൊണ്ടാണ് ജനാധിപത്യ കാലത്തെ രാജാവിനെ പോലെ മന്ത്രിക്ക് മുന്നിലിരിക്കാൻ തങ്ങൾക്ക് പറ്റിയത്. തങ്ങളെന്നാൽ ജനം, തങ്ങളെന്നാൽ ജനം, തങ്ങളെന്നാൽ ജനം. തങ്ങൾക്ക് മുന്നിൽ ഇരിക്കണോ വേണ്ടയോ എന്ന പകപ്പോടെ പരുങ്ങി നിൽക്കുന്ന കഥാപാത്രമായിട്ടാണ് വീഡിയോയിൽ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ വേഷം അഭിനയിക്കുന്നത്, അല്ലേ? അതായത് തങ്ങളാകുന്ന ജനത്തിനു മുന്നിൽ ജനാധിപത്യ കാലത്തെ രാജാവായ മന്ത്രി അങ്ങനെ അങ്ങോട്ടേക്ക് പരുങ്ങി നിൽക്കുന്നു. അതല്ലേ ജനാധിപത്യത്തിന്റെ കരുത്ത്? അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം ചെന്നിത്തലയുടെ ആ കഥാപാത്രം തങ്ങൾക്കൊപ്പം, അതായത് തങ്ങളാകുന്ന ജനത്തിനൊപ്പം ഇരിക്കുന്നുമുണ്ട്. ഒപ്പം എന്ന് വെച്ചാൽ ഒരേ തറ ഉയരത്തിൽ ഇട്ടിരിക്കുന്ന കസേരകളിൽ അടുത്തടുത്തായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതല്ലേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം? സമത്വ സുന്ദരമായ ജനാധിപത്യത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കുന്ന ഈ AI വീഡിയോ നിർമ്മിച്ച കലാകാരന് പോങ്ങന്റെ അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ഒരു ചെറിയ പിശക് ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുന്ന ഒരു പക്ഷം പോങ്ങനുണ്ട്. ശ്രീമാൻ ഷൗക്കത്ത് അലി IPSന്റെ ആ കഥാപാത്രം ആഭ്യന്തരമന്ത്രിയുടെ വേഷത്തെ കാണുമ്പോൾ ബഹുമാന പുരസ്സരം എഴുന്നേൽക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇല്ല, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. തങ്ങളാകുന്ന ജനത്തിന് മുകളിലല്ലല്ലോ ജനാധിപത്യത്തിൽ മന്ത്രിയുടെ സ്ഥാനം, അല്ലേ? അതുകൊണ്ട് തങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ജനത്തിനൊപ്പം ജനസേവകരായിട്ടുള്ള ഉദ്യോഗസ്ഥനും മന്ത്രിക്ക് മുന്നിൽ അമർന്നിരിക്കാം. അതിൽ യാതൊരു കുറ്റവുമില്ല. ദാറ്റ്സ് ഓൾ. ശുഭം. അതാണ് വേണ്ടത്. പോങ്ങൻ പറഞ്ഞതിന്റെ പൊരുൾ കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പെരുന്നയിൽ നിന്ന് വന്ന ആ നായന്മാരുടെ പോപ്പ്, ആ കോപ്പൻ ജനറൽ സെക്രട്ടറി അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. അങ്ങനെ കാണാൻ നമ്മുടെ മുഖ്യമന്ത്രി കൂട്ടാക്കിയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. സമുദായ നേതാക്കൾ ഒരു സർക്കാരിന്റെ മേലും പിടിമുറുക്കേണ്ടതില്ല. സമുദായം ഏതായാലും അത് പൗരജനതയുടെ ഭാഗം മാത്രമാണ്. അവരെ ആ നിലയിൽ പരിഗണിച്ചാൽ മതി. പൊതുജനത്തിന്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച് സർക്കാർ രൂപീകരിക്കുന്ന ജനസേവകരായിട്ടുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ പ്രത്യേകിച്ച് സമുദായ നേതാക്കളുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. വളരെ വ്യക്തമല്ലേ? ആഭ്യന്തരമന്ത്രി കയറി വരുമ്പോൾ ഈ പറയുന്ന മുത്തുക്കോയ തങ്ങളുടെ ആ കഥാപാത്രം ആസനം ഒന്നുകൂടി അമർത്തി അവിടെ അങ്ങോട്ടേക്ക് ഇരുന്നു. ആ ശരീരഭാഷ, അതാണ് ജനത്തിന്റെ ശരീരഭാഷ. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തങ്ങളുടെ ശരീരഭാഷയുടെ, അത് മുത്തുക്കോയ തങ്ങളുടെ ശരീരഭാഷയിൽ വ്യക്തമാണ്, പ്രകടമാണ്. ഞങ്ങളുടെ വോട്ടുകൾ കൊണ്ട് നിങ്ങൾ ഒരു സ്ഥാനത്തെത്തി രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു ഭാവം, ഞങ്ങളുടെ വോട്ട് കൊണ്ട് നിങ്ങൾ ഒരു നിലയിലെത്തി, ഒരു കസേരയിലെത്തി എന്ന് പറയുന്ന ആ ഒരു ഹുങ്ക്, അത് ജനത്തിന്റെ ഹുങ്കാണ്. വോട്ട് കൊടുത്ത ജനത്തിന്റെ ഹുങ്കാണ്. ആ ഹുങ്കാണ് തങ്ങളിലൂടെ പുറത്തു വന്നത്. ജനത്തിന്റെ ഹുങ്ക്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിന്റെ ഹുങ്ക്, ജനാധിപത്യത്തിന്റെ കരുത്തിന്റെ ഹുങ്ക്, അതാണ് പുറത്തു വന്നത്, തങ്ങളിലൂടെ പുറത്തു വന്നത്. മുത്തുക്കോയ തങ്ങളുടെ ആ കഥാപാത്രത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് ഗംഭീരമായി എന്നാണ് ഈ മുത്തുപോങ്ങന് പറയാനുള്ളത്. മനോഹരമായിരിക്കുന്നു ആ വീഡിയോ. അങ്ങനെ വേണം. അത് നൽകുന്ന ഒരു സന്ദേശം, അത് നൽകുന്ന സൗന്ദര്യം, അത് പ്രകടിപ്പിക്കുന്ന കരുത്ത്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും കരുത്തും ഒക്കെ തന്നെ അല്ലേ? എത്ര മനോഹരമായിട്ടുള്ള വീഡിയോ, എത്ര സന്തോഷകരമായിട്ടുള്ള ഒരു സമാപ്തി. ഈ പൊങ്ങൻ ഇത്തരം വിഷയങ്ങളിലുള്ള നാവാട്ടം തൽക്കാലം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞേ ഇനി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതുപോലെ പൊതുകാര്യങ്ങളിലുള്ള അമിതമായ ആവേശവും അമിതമായ ഉത്സാഹവും അമിതമായിട്ടുള്ള ഒരു ആത്മാർത്ഥതയും അർപ്പിച്ചുകൊണ്ട് പൊതുകാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അത്തരം സംസാരങ്ങൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങനെ അല്പമൊന്ന് അസ്വസ്ഥനാക്കുന്നുണ്ട്. അനാരോഗ്യത്തിന് കാരണമാകുന്നില്ലെങ്കിൽ പോലും എൻ്റെ സമാധാനത്തെ, എൻ്റെ സ്വസ്ഥതയെ, എൻ്റെ സദ്ബുദ്ധിയൊക്കെ അത് ബാധിക്കുന്നുണ്ട് നന്നായിട്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ കുറച്ച് ദിവസങ്ങൾ, അതായത് എൻ്റെ അടുത്ത ഒരു
അല്ലെങ്കിൽ ഞാനത് പിന്നീട് പറയാം. അടുത്ത ഇത്തരമൊരു വീഡിയോയുടെ പിന്നാലെ പറയേണ്ട കാര്യമല്ല അത്. എന്തായാലും വളരെ സന്തോഷം. പോങ്ങനെ കേൾക്കാൻ സന്മനസ് കാണിക്കുന്ന സഹനശേഷിയുള്ള എല്ലാ സജ്ജനങ്ങളോടും പോങ്ങനുള്ള കടപ്പാട്, കൃതജ്ഞത അത് വളരെ അധികമാണ്. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും പുതുതായിട്ട് ഈ ചാനലിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അബദ്ധവശാൽ പോങ്ങൻ്റെ തംബ്നെയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോയിലൂടെ ആദ്യമായി ഈ പോങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഹതഭാഗ്യരായിട്ടുള്ള സജ്ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നെ വീണ്ടും ഇനി ഒരിക്കൽ കൂടി കാണണം എന്ന് പറയുന്ന ആഗ്രഹം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. ഇനി അങ്ങനെ തോന്നിയിട്ടില്ല എങ്കിൽ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്. ഇനി ഇത് കാണുമ്പോൾ ഇവനെ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലായിട്ടെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാഴ്ചക്കാരായിട്ട് വരുന്ന ആളുകൾ ഒന്ന് സൂക്ഷിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പോങ്ങ ബുദ്ധിയില്ലാത്ത മനുഷ്യർക്ക് ഈ മുത്തുപോങ്ങൻ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിത് വിരസതയായിട്ട് അനുഭവപ്പെടാനുള്ള എല്ലാ സാധ്യതയും അവശേഷിപ്പിക്കുന്ന രീതിയിലാണ് പോങ്ങൻ്റെ സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും പോയിട്ടുള്ളതും ഇനി പോകാൻ പോകുന്നതും. അതുകൊണ്ട് ദയവായിട്ട് കാഴ്ചക്കാരായി വരുന്ന പോങ്ങ പ്രേക്ഷകർ ഒന്ന് കരുതലെടുക്കണം. സഹനശേഷിയുള്ളവരായിരിക്കണം, ഒരല്പം വക്രബുദ്ധിയുള്ളവരായിരിക്കണം. വക്രബുദ്ധി എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന കൗശലമോ വക്രതയോ അല്ല, ബൗദ്ധിക വക്രത. അതായത് വളച്ചു കെട്ടി പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ, നേരായി മനസ്സിലാക്കാൻ, വളച്ചു കെട്ടി പറയുന്ന കാര്യങ്ങളെ നേരായി മനസ്സിലാക്കാനുള്ള വക്രബുദ്ധി, അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു പോങ്ങന്മാരും വക്രബുദ്ധിയുള്ളവരല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പോങ്ങ ബുദ്ധിയുള്ള മനുഷ്യർ ഒന്ന് സഹകരിക്കുക. ആ സഹകരണം, നിങ്ങളുടെ സഹനശക്തി എന്ന് പറയുന്നതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നിലനിൽപ്പ്. അതുകൊണ്ട് നിങ്ങളുടെ സഹനശക്തി കൂടുതൽ കരുത്താർജിച്ച് നിങ്ങളിൽ തന്നെ കുടികൊള്ളട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന പ്രകൃതിക്ക് മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം. കുഴമ്പെന്ന് കേട്ടിരിക്കണമെങ്കിൽ അത് പറയണ്ടേ? അതാണ് തെറ്റ്. വ്യക്തമായ നിലയ്ക്ക് നമ്മളെ ആശയങ്ങൾ നമ്മൾ ആരെ മുന്നിലും പറയണം. ഇതൊരു ആരോടുള്ളതായ ഒരു വെറുപ്പല്ലത്. അത് അവരോട് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് വെക്കുക. എന്നാൽ അത് ഏറ്റവും ഈ ദീനിനോട് ചെയ്യണതായ ഏറ്റവും വലിയതായ ഒരു തെറ്റായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.